ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി ഫാസ്റ്റ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മഴ തോരും മുമ്പ് സീരിയലിന്റെ നാളെ വരാനിരിക്കുന്ന പ്രമോ എന്താണെന്നൊന്ന് കേട്ടു നോക്കില്ല. നല്ല അടിപൊളി സീനും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളാണ്. നമ്മുടെ അലീന തന്റെ അനുജനും രണ്ട് അനുജത്തിമാരും ഒക്കെ കൂട്ടി നമ്മുടെ രേവതി കുട്ടിയുടെ വീട്ടിൽ പോയിക്കാണ് അല്ലെ. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മുടെ രേവതി കുട്ടിക്ക് ഒരു ചെറിയ ചെല്ലും ഒരു കൊയറ്റിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും പരിഭവങ്ങളൊക്കെ അലീനയും രേവതി കുട്ടിയൊക്കെ റൂമിൽ ഇരുന്ന് പറഞ്ഞിട്ട് പറയണ ആ സമയം നമ്മുടെ മാമച്ചനും നമ്മുടെ രോഹിത്തും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അലീനയും രേവതി കുട്ടിയും വന്നിട്ട് എന്താണ് ഇവിടെ ഇത്ര വലിയ ചർച്ച? അപ്പൊ നമ്മുടെ മാമച്ചൻ പറഞ്ഞു, അയ്യോ ഞങ്ങളൊന്നും ചർച്ച ചെയ്തല്ല, നിങ്ങൾ ഇത്രയും പെണ്ണുങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പാവൻ രണ്ട് ആണുങ്ങൾ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞതാന്ന് പറയട്ടോ. അപ്പോഴേക്ക് രേവതി കുട്ടി പറയും, ഓ പിന്നെ അതെ, ഇവിടെ പലരുടെയും വാ മൂടിക്കെട്ടി കണക്കാണല്ലോ. അപ്പൊ കാരണം വെച്ചാൽ നമ്മുടെ രോഹിക്ക് നമ്മുടെ രേവതി കുട്ടിയിലേക്ക് മുഖത്ത് നോക്കാൻ ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അലീന കുറേ നിർബന്ധിച്ചിട്ടാണ് നമ്മുടെ രോഹിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാരണം രോഹിക്ക് ഒരു ബുദ്ധിമുട്ട്, കാരണം നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയ്ക്കും രേവതി കുട്ടിക്കും ഒക്കെ താൻ ഇവിടെ വരുന്നത് ഇഷ്ടമാകുമോ എന്നൊക്കെയുള്ള ഒരു സ്വാഭാവികമായിട്ട് ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പൊ പക്ഷെ അതൊന്നും അവർക്ക് അങ്ങനെ ഒന്നുമില്ല. അവര് സ്വന്തം മക്കളെ പോലെയാണ് അവരെയൊക്കെ സ്വീകരിച്ചത്. കാരണം അവരുടെ മകൻ മരിച്ചിട്ട് ഈ വീട്ടിൽ ഒരു അനക്കം പോലും വന്നു തുടങ്ങിയത് നമ്മുടെ രേവതി കുട്ടി വന്നതിന് ശേഷമാണ്. ഇപ്പതേ നമ്മുടെ അലീനയും അലീനയുടെ അനുജനും അനുജത്തിമാരും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ആ ഒരു സന്തോഷം വീണ്ടും വന്നൊക്കെയാണ്. അപ്പൊ ആ ഒരു ത്രില്ലിലാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതി കുട്ടി പറഞ്ഞേ, അതെ ഇവിടെ വലിയ ഹെഡ് വെയിറ്റും ഇതൊന്നും വേണ്ട കേട്ടോ, ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും അല്ല, ആർക്കും ഒന്നും ഇല്ല കേട്ടോ, മനസ്സിലൊന്നും വെക്കണ്ട. അപ്പോഴേക്കും പെട്ടെന്ന് രോഹിതിന്റെ മനസ്സിൽ തന്റെ ആ കേസ് സംബന്ധമായിട്ടാണോ രേവതി പറയുന്നത്? അതെ, ഞങ്ങളുടെ മനസ്സിലെ രോഹിയോട് ഒരു ഇതും ഞങ്ങൾക്കൊന്നും ഇല്ല കേട്ടോ, ഞങ്ങളെ ഒരു കൂടപ്പുറപ്പിനെയൊക്കെ പോലെ തന്നെ ഇവിടെ ഞങ്ങളൊക്കെ ഇവരൊക്കെ നിൽക്കുന്ന പോലെ തന്നെ കേട്ടോ, അതുകൊണ്ട് ഒരു ചമ്മലും മടിയൊന്നും വിചാരിക്കണ്ട. പിന്നെ രേവതി കുട്ടിയുടെ വർത്തമാനം കൂടെ ആവുമ്പോ പിന്നെ പറയാനുണ്ടോ, ഇടിച്ചു കയറിയുള്ള വർത്തമാനം കേട്ടോ. അതിന് അപ്പോഴേക്കും നമ്മുടെ രോഹിത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഇത്രയും വലിയ വീട്ടില് രേവതി കുട്ടിക്ക് ഇത്രയും നല്ല എന്ന് വെച്ചാൽ ഒരു അച്ഛനും അമ്മയോടും കാണിക്കുന്നതിനേക്കാൾ സ്വാതന്ത്ര്യവും ഫ്രീഡവും ആണ് രേവതി കുട്ടി മാമച്ചനോടും ഗ്രേസമ്മയോടും ഒക്കെ കാണിക്കണം. അതപ്പം ബബിതയും കൃഷ്ണമോളും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിയ വീട്, നല്ല വലിയ വീടുണ്ട്, അത്യാവശ്യം നല്ല ഫാമിലി തന്നെയാണ്. അപ്പൊ ആ വീട്ടില് രേവതി കുട്ടി സ്വന്തം ഒരു മകള് പോലും ഒരു അച്ഛനമ്മമാരോട് ഇത്രയും ഫ്രീഡം കാണിക്കില്ല. അതുപോലത്തെ ഒരു സ്നേഹം തിരിച്ച് അവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ രേവതി കുട്ടിയെ. എന്നിട്ട് അലീന രേവതി കുട്ടി അകത്ത് പോകുന്നുണ്ട്. എന്നിട്ട് അലീന രേവതിയോട് പറയുന്നുണ്ട്, രോഹിക്ക് ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് നീ നിന്റെ വലിയ സംസാരങ്ങളൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കരുതേ രേവതി, നിനക്കൊരു ഒരു കേരളമുണ്ട് നിനക്ക് എല്ലാരെയും വെക്കിട്ട്, അതൊന്നും അവനോട് കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. കാരണം അവനൊരു മൊത്തത്തിലൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ടാണ് രേവതി കുട്ടി മിണ്ടാനും നിൽക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഗ്രേസമ്മ വന്നിട്ട് പറയും, അതെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നാ മതിയോടി, വീട്ടിൽ വന്ന വിരുന്നുകാർക്ക് ചായയും കാപ്പിയൊന്നും കൊടുക്കണ്ടേ? അപ്പൊ ഇവിടെ അതൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ എന്റെ അലീന ചേച്ചിയും കൊണ്ട് പോവാന്ന് പറഞ്ഞ് പോവാണ്. അപ്പോഴേക്കും ഗ്രേസമ്മക്ക് മനസ്സിലായി, കാരണം ഇത് കിട്ടാതിരുന്ന അലീനേനെ കിട്ടിയതിന്റെ ഒരു ഇതാണ് രേവതിക്ക്. കാരണം എല്ലാ പണികളും എല്ലാം വേണ്ടതൊക്കെ എല്ലാം റെഡിയാക്കി ഒതുക്കി തന്നെ വെച്ചൊക്കെയാണ് നമ്മുടെ രേവതി കുട്ടി അവര് വരുമെന്ന് കരുതിയിട്ട്. അങ്ങനെ നമ്മുടെ ഗ്രേസമ്മ പോയി ചായയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്, കഴിക്കാനുള്ള സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തുകൊണ്ട് വെച്ചു കേട്ടോ. അങ്ങനെ അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിച്ച് ഒരു കൂടപ്പുറപ്പുകളെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൃഷ്ണമോൾ അതിന്റെ ഇടയിൽ രോഹിയുടെ കൂടെ ഒന്ന് ചൊറിയാനായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രോഹി പറഞ്ഞതേ, കൃഷ്ണേ നിനക്ക് നല്ല തരും കേട്ടോ ഞാൻ. അപ്പൊ നമ്മുടെ രേവതി പറയാം, അതെ എന്റെ കൃഷ്ണ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, രോഹി ഇവിടെ ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓ പിന്നെ ഒരു കൃഷ്ണക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് രോഹി മറുപടിയൊക്കെ പറയാൻ തുടങ്ങി. കാരണം രോഹിക്ക് ആ ഒരു ചമ്മലൊക്കെ അങ്ങോട്ട് മാറി കിട്ടുകയാണ്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പങ്കിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രനെയും ഗോവർദ്ധനെയും കാണിക്കുന്നുണ്ട്. അവര് ബാലചന്ദ്രൻ നോക്കുമ്പോ അല്ല, നമ്മുടെ ഗോവർദ്ധനെ നോക്കുമ്പോ ബാലചന്ദ്രൻ ഭയങ്കര ത്രില്ലിങ്ങിലാണ്. കാരണം വേറൊന്നുമല്ല, വണ്ടിയൊക്കെ ഓടിച്ച് നല്ല അടിപൊളിയായിട്ട്
ഡ്രൈവ് ചെയ്ത് എന്തോ ഒരു ടൂറിന് പോകും പോലെയാണ്. അപ്പൊ നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, ഗോവർദ്ധന നല്ല നല്ല ഒരു ത്രില്ലിങ് മൂഡ് ഉണ്ടടാന്ന് പറഞ്ഞു. ആ, അതെനിക്ക് കണ്ടപ്പോ തന്നെ തോന്നി ബാലേട്ടാന്ന് പറഞ്ഞു. അതെ, നമുക്ക് നേരെ ശിവേട്ടന്റെ വീട്ടിൽ പോണം. നമ്മുടെ വൈജയുടെ മൂത്ത ആങ്ങളെയാണല്ലോ ശിവശങ്കരൻ. അവിടെ പോണം. നീ പല കാര്യങ്ങളും അറിഞ്ഞ് ഷോക്കാവാ ഇരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് അങ്ങോട്ട് ഒരു ത്രില്ലിംഗ് ആന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, ഇത്രയും ഒരു ഹാപ്പി ആയിട്ട് ഞാൻ ബാലേട്ടനെ ഇതിനു മുന്നിൽ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ആ, അതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ നിനക്കും ഇനി വരാൻ കിടക്കണേ ഉള്ളൂ. നീ ഇനി എന്തൊക്കെ കാണാൻ കിടക്കണു എന്റെ ഗോവർദ്ധന എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഒരു വല്ലാത്ത മൂഡിലാണ് കേട്ടോ. അപ്പൊ ഗോവർദ്ധനൻ എന്തായാലും ആള് ഹാപ്പി ആണല്ലോ, അതിന് പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവര് യാത്ര ഇങ്ങനെ തുടർന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ തുടർന്ന് പോകുന്നതിനിടയില് നമ്മുടെ ഗോവർദ്ധനം പറയുന്നുണ്ട്, അലീനയുടെ കാര്യത്തിനാണ് നമ്മൾ പോകുന്നതെന്ന് ബാലേട്ടൻ പറഞ്ഞുവല്ലോ. അപ്പൊ എന്തൊക്കെയാണ് എങ്ങനെയാണ്? അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നീ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇപ്പൊ ഏകദേശം കുറച്ച് സമയം കൂടെ അല്ലേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടുന്ന പോലെ ഞാൻ എല്ലാം നിന്നെ അറിയിക്കും. അതിന്റെ സമയം ആയിട്ടുണ്ട് ഗോവർദ്ധന എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതേ സമയം നമ്മുടെ രേവതി കുട്ടിയും നമ്മുടെ അലീനയും കൂടെ റൂമിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് ബാലേന്ദ്രനെ കുറിച്ച്. അപ്പൊ രേവതിക്കുട്ടി അങ്ങോട്ട് ചോദിക്കുകയാണ് കേട്ടോ, അല്ല ഇപ്പൊ എന്ത് തോന്നി എല്ലാരും കൂടെ ചേർന്ന് ഇങ്ങോട്ട് വരാനായിട്ട്? കാര്യം നല്ല ഹാപ്പിയാണ്, പക്ഷെ അങ്ങനെ വരാനുള്ള കാരണം അപ്പൊ ബാലേന്ദ്രൻ ഞങ്ങൾ സമ്മതിച്ചു എന്ന് ചോദിച്ചു കേട്ടോ രേവതിക്കുട്ടി അലീനയോട്. അപ്പൊ അലീന പറഞ്ഞു, അതെ, അച്ഛൻ അവിടെ ഇല്ല, അച്ഛൻ ബിസിനസിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയിരിക്കുന്നത്. പക്ഷെ എനിക്കറിയാം രേവതിക്കുട്ടി അച്ഛൻ എങ്ങോട്ടാ പോയതെന്ന്. കാരണം എനിക്കറിയാം, എന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അച്ഛൻ പോയിരിക്കുന്നതെന്ന് നമ്മുടെ അലീന രേവതിയോട് പറയണ. അപ്പം അലീന പറയുന്നുണ്ട്, ഒരു പക്ഷേ അമ്മ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് തിരിച്ചു വന്നിരുന്നു എങ്കിൽ എനിക്ക് എന്റെ കൂടപ്പിറപ്പുകളെയും അമ്മയെ ഒന്നും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകേണ്ടി വരില്ലായിരുന്നു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അവരിങ്ങോട്ട് വരണ്ട അലീന ചേച്ചി, അവരവിടെ എങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ രേവതിക്കുട്ടി, കാരണം നമ്മുടെ രോഹിക്കും ബബിതയ്ക്കും അതുപോലെ തന്നെ കൃഷ്ണമോക്കും അവരുടെ അമ്മയും അവരുടെ അച്ഛനും അവരൊപ്പം വേണം. നാളൊരു കാലം അവര് എന്നോട് ചോദിക്കേണ്ട ഒരിട വരരുത്, അലീന ചേച്ചി കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ നഷ്ടമായത് എന്ന് വരാൻ പാടില്ല എന്നൊരു ചോദ്യം എനിക്ക് ആ സമയത്ത് അതിനുള്ള ഒരു മറുപടി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്കത് ഒട്ടും താങ്ങില്ല, എന്റെ കൂടപ്പിറപ്പുകൾ എന്നോട് തന്നെ അങ്ങനെ ചോദിക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് ഒഴിഞ്ഞു മാറുന്നതല്ലേ രേവതിക്കുട്ടി നല്ലത്. ഒരു കണക്കിന് അത് ശരിയാണ് അലീന ചേച്ചി, പക്ഷെ എങ്കിലും കൂടപ്പിറപ്പുകളും അമ്മയൊക്കെ ഉപേക്ഷിച്ച് പോവാന്ന് പറയുമ്പോ അതൊരു സങ്കടമല്ലേ. ആ സ്നേഹമൊക്കെ ആഗ്രഹിച്ചല്ലേ അലീന ചേച്ചി അങ്ങോട്ട് പോയത്. അപ്പൊ അലീന പറയുന്നുണ്ട്, അമ്മയെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഇതിന്റെ സത്യാവസ്ഥയൊന്നും ഒരിക്കലും അമ്മയ്ക്ക് അറിയില്ല, അതുകൊണ്ടായിരിക്കാം അമ്മ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അലീന പറയുന്നുണ്ട്. അപ്പൊ രേവതിക്കുട്ടി പറയും, ഓ, അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ വൈജയന്തി മേഡം ഇതിന്റെ അപ്പുറത്തെ സ്വഭാവം കാണിച്ചില്ലേ. ഒന്ന് പോ അലീന ചേച്ചി, അവരുടെ സ്വഭാവം ഒരു കാലത്ത് നന്നാവാനൊന്നും പോകുന്നില്ല. അപ്പൊ അലീന പറയും, അതല്ല രേവതിക്കുട്ടി, ഒരു പക്ഷെ ഞാൻ ആ പടി ഇറങ്ങുമ്പോ അച്ഛൻ സത്യങ്ങളെല്ലാം പറയും, അതായത് അലീന ആരാണെന്ന് അമ്മയോട് പറയും. ആ നിമിഷം അമ്മ ജീവിക്കില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക്